ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായി പ്രഭാത ജാഗരണ ശുശ്രൂഷയും ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രമിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ ആമുഖമായിട്ട് അറിയിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങളുടെ ആത്മജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ള വേദശകലമാണ്. അതിന്റെ മനപ്പാഠവാക്യം തന്നിരിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2:1. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്രകാരം പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, എവിടെ നിന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ വളരെ വ്യക്തതയോടുകൂടെ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായ പല നല്ല ആശയങ്ങളും അതിൻ്റെ അകത്ത് അന്തർലീനമായിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ആരോട് പ്രാർത്ഥിക്കണമെന്നറിയാതെ കാണുന്നിടത്തും കേൾക്കുന്നിടത്തും പോകുന്നിടത്തും ഒക്കെ പ്രാർത്ഥിക്കുന്നതായ സാഹചര്യങ്ങളും നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ഈ തെറ്റായ പ്രാർത്ഥന സംവിധാനത്തെ അപലപിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു തന്റെ അരിമ ശിഷ്യന്മാരെ നിങ്ങൾ ഈവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ പ്രാർത്ഥനാ രീതി പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നത്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, നാം പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ആദ്യമായിട്ട് അറിയണമായിരുന്നു. യേശു ഒരിക്കൽ പറഞ്ഞു, ഭൂമിയിൽ 2 പേര് ഐക്യമത്യപ്പെട്ട് എന്ത് അയച്ചാലും തരാമെന്ന് പറഞ്ഞ കർത്താവ് തന്റെ അരിമ ശിഷ്യന്മാരെ പ്രാർത്ഥനാ രീതി അവലംബിക്കുവാൻ പഠിക്കുവാനായിട്ട് പരിശീലിപ്പിച്ചത് ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആ പ്രാർത്ഥനയുടെ അന്തർഗത എത്രമാത്രം വലുതാണെന്ന് തിരിച്ചറിയുവാൻ കൊണ്ട് സാധിക്കും. നാം പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? നാം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ളതായ ഒരു വലിയ ദൗത്യമാണ് അവിടെ നൽകപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം പ്രാർത്ഥിക്കുമ്പോൾ, അതായത് ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ നിന്നല്ലോ പുറപ്പെട്ടു വന്നത്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു വളരെ ശക്തമായ വിശകലന ബോധം എല്ലാ മാനവ സമൂഹത്തിനും ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, സ്വർലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് മടങ്ങാൻ പോകുന്നത്. മറ്റൊരു വസ്തുത പറയുന്നത്, എല്ലാ നാമത്തിനും മേലായ നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. പരമപ്രധാനമായ ആ സ്നേഹോഷ്മളമായ സ്നേഹനിർഭരമായ നാമത്തിന്റെ മാസ്മരികതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ, അതായത് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇംഗിതങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യക്തതയോടെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായി കാണുവാൻ കൊണ്ട് സാധിക്കും. ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുവാനല്ല ദൈവം ഇടയാക്കിയിരിക്കുന്നത്. ആ കർത്തൃപ്രാർത്ഥനയിൽ വളരെ വ്യക്തമായി അവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന അരിമനാഥൻ തന്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം സഹകരിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ
നമ്മുടെ ആത്മീയ ജീവിതം വ്യർത്ഥമായി തീരുവാനിടയായിത്തീരും. ഒരുപക്ഷേ നമ്മൾ ആത്മീയമായി മുന്നിട്ട് നിൽക്കുന്നവരെന്ന് അഭിമാനിക്കുമ്പോഴും സഹജീവികളെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, സഹജീവികളോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം അപലപനീയമായി മാറുവാനിടയായിത്തീരും. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തുവാനായിട്ടുള്ളതായ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ നിരതമായ നല്ല അനുഭവങ്ങളോടെ മുന്നേറുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ധന്യനായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരമായി മറ്റുള്ളവരോടൊക്കെ പ്രാർത്ഥിക്കുവാൻ വ്യവസ്ഥിതിയില്ല എന്നൂടെ ഈ പ്രഭാതത്തിൽ മാനവ സഹോദരങ്ങൾ തിരിച്ചറിയണമേ. എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ച, ഏതെങ്കിലും വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ച, ഏതെങ്കിലും കാണുന്നതിനോട് കേൾക്കുന്നതിനോട് കൂടെ പ്രാർത്ഥിച്ച മുന്നോട്ട് പോകുവാനല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ പ്രാർത്ഥനാ നിരതരായി തീരുവാൻ സർവകൃപാലുവായ ദൈവം ഈ പ്രഭാതം നമ്മെ ഇടിയാക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുന്നു എന്നുള്ളത് വളരെ സന്തോഷം പകരുന്നതാണ്. ആയതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നാം എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്രകാരം പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് അത് പകരം വെച്ച് പകരം കൊടുത്ത് ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദശകലത്തിൽ നിന്നും താൽക്കാലികമായി ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് ഈ പ്രഭാതത്തിനായി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുന്ന് നൽകിയ നല്ല വേദശകലത്തിനായി സ്തോത്രം. ഇതുള്ളതുപോലെ വാഴ്ത്തി തുറക്കി അടിയന്റെ മക്കളെ ഏൽപ്പിക്കണം. കർത്താവേ, കേൾവിക്കാരായ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചോട് സ്തോത്രം. ഒരു നല്ല ദിവസം അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയാകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്ന്നടികൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചന കേൾക്കുമാറാകണമേ. ആമേൻ. ഈ നല്ല പ്രഭാതവേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നൽകിയ നല്ല അവസരങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.